യുവരാജ്, തൃശൂരിൽ CPM-ന് എല്ലാ സംരക്ഷണവും നൽകുന്നു. അതേസമയം BJP പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, ജസ്റ്റിൻ ജേക്കബിനെ തലയ്ക്ക് അടിക്കുന്നു, ആ ലാത്തി രണ്ടായി ഒടിയുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. എന്താണ് തൃശൂരിൽ സംഭവിക്കുന്നത് യുവരാജ്? അല്ല, തൃശ്ശൂരിൽ ഇതുവരെ അവർക്ക് നോക്കൂ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മത്സരിച്ച് ജയിച്ചിരിക്കുന്ന ഒരു ജയത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് പരമാവധി കുപ്രചരണങ്ങൾ നടത്തുക. കുപ്രചരണങ്ങൾ നടത്തിയതിന് ശേഷം അതിനക്തമായ പാർട്ടിയുടെ അണികളെ എടുത്ത് MP-യുടെ ഓഫീസിലേക്ക് അയക്കുക. അതിനുശേഷം അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചിട്ട് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അവര് ഭരിക്കുന്നിടത്ത് അവർക്ക് സർക്കാർ മിഷനറികൾ ഉപയോഗിച്ചിട്ട് എന്ത് തോന്നിവാസവും നടത്താം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിൽക്കുന്നത്. മറ്റുള്ളവർക്ക് പ്രതിഷേധിക്കുവാനുള്ള അവസരമോ അവകാശമോ പോലും തരാൻ വേണ്ടിയിട്ട് ഇവര് തയ്യാറാകുന്നില്ല. ഇവരാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്താ പറയാ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടാണല്ലോ, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് കേറിവാ മക്കളെ എന്നും പറഞ്ഞിട്ട് കേരള പോലീസ് SFI-ക്കാരെ കൈപിടിച്ച് കയറ്റുന്നതും വീണ് പോകാതിരിക്കാൻ വേണ്ടി തലോടി അകത്തേക്ക് കയറ്റുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതേ കേരളത്തിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. ഇത് എന്താ പറയാ, ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പറയുന്ന തരത്തിലുള്ള കുപ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ട് കുടപിടിച്ചു കൊടുക്കുമ്പോ തകരുന്നത് യഥാർത്ഥ ജനാധിപത്യമാണെന്നുള്ള കാര്യം അവരും തിരിച്ചറിയുന്നില്ല. യുവരാജ്, എന്തായാലും ഇത് കടന്ന കൈയായിപ്പോയി. നോക്കൂ, ജില്ലാ അധ്യക്ഷന്റെ തലയ്ക്കാണ് അടിച്ചത്. അതിന് മാത്രം ഒരു പ്രകോപനം അവിടെ ഉണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞാൽ കേരളം നിലവിൽ ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടില്ലായിരുന്നു, നമ്മുടെ തമ്പ്രാന്റെ യാത്ര പോകുമ്പോ ചെടിച്ചട്ടി എടുത്തടിച്ചും ഹെൽമെറ്റ് എടുത്തടിച്ചും ഒക്കെ ആയിരുന്നല്ലോ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. അതിന്റെ ഒരു തുടർച്ചയാണ്. ഇപ്പൊ അത് BJP-ക്കാരായതുകൊണ്ട് തന്നെ DYFI-ക്കാരെയും CPM-കാരെയും ചെടിച്ചട്ടി ഹെൽമെറ്റും ഒക്കെ കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ തിരിച്ച് നന്നായിട്ട് കിട്ടുന്നവർക്കറിയാം. കോൺഗ്രസ്സുകാരല്ലല്ലോ. അതുകൊണ്ട് പോലീസിനെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് അടിച്ചമർത്താൻ വേണ്ടിയിട്ട്.